ഹായ്, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടാതെ ലൈക്കും അടിക്കണം. അപ്പോൾ നമ്മൾ ഈ ഗൂഗിൾ പേ യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ക്യാഷ് അയച്ചു തന്നത് ആരും അറിയരുത് എന്നാണെങ്കിൽ, അല്ലാന്നാണെച്ചെങ്കിൽ നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുത്ത ക്യാഷ് ആരും കാണരുത് എന്നാണെച്ചെങ്കിൽ നമ്മൾ ഗൂഗിൾ പേയിൽ നേരിട്ട് പോയിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് അങ്ങനെ അത് സേഫായിട്ട് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാണിച്ചു തരാം. നമുക്ക് ഫസ്റ്റ് ഗൂഗിൾ പേയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ ഡിലീറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ 300 രൂപ അയച്ചായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഹൈഡ് ഫ്രം ദി സ്ക്രീൻ എന്ന് കാണും. പക്ഷേ അത് ഹൈഡ് ചെയ്താലും പിന്നൊരിക്കൽ അയക്കുകയാണെങ്കിൽ വീണ്ടും അത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഗൂഗിൾ പേയുടെ പ്രൊഫൈൽ മേലുള്ള പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. അതിൽ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. അതിൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എടുക്കുക. ഡാറ്റ ആൻഡ് പേഴ്സണലൈസേഷൻ എടുക്കുക. അതിൽ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൂഗിൾ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ജസ്റ്റ് ഓപ്പൺ ആയി വരും. കുറച്ചൊന്ന് ലോഡിങ് ആയിരിക്കും. അത് ഓപ്പണായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻസാണ് വരിക. അതിൽ ഗൂഗിൾ പേയുടെ ഓപ്ഷൻസിലേക്കാണ് കയറി ചെല്ലുക. ഓക്കെ, കൊണ്ട് ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൂഗിൾ പേയുടെ ഓപ്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്തതും പിന്നെ റിസീവ്ഡ് ഒരു 300 റുപ്പീസ്. ഓക്കെ, ആ 300 റുപ്പീസ് നമ്മളത് ഇൻറ്റു ക്ലിക്ക് കൊടുക്കുക, ഡിലീറ്റ് ചെയ്യാനുള്ളത്. അത് ഡിലീറ്റ് ചെയ്യണോ എന്നുള്ളൊരു കൺഫേം നോട്ടീസ് വരും. അത് ഓക്കെ കൊടുക്കുക. അത് ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഗൂഗിൾ പേ ഒന്ന് എടുത്ത് നോക്കി നോക്കുക, അത് വന്നിട്ടുണ്ടോ, അത് ഡിലീറ്റായി പോയിട്ടുണ്ടോ എന്നുള്ളത്. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഡിലീറ്റായി പോയിട്ടുണ്ട്, കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യാനുള്ള, സിമ്പിളായിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ,